നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കെമിക്കൽ ബോണ്ടിങ്ങിലെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അത് മാത്രമല്ല, ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന പോർഷനിലെ ഏകദേശം പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് H2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെയും O2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെയും മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം നമുക്ക് പറഞ്ഞു തരുന്നത്, മോളിക്യൂളിന്റെ ഫോർമേഷനെ പറ്റി. ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത് ആറ്റങ്ങൾ ചേർന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആറ്റങ്ങൾ ചേർന്ന് എങ്ങനെയാണ് ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്, ആറ്റത്തിന്റെ ഏതൊക്കെ അറ്റോമിക് ഓർബിറ്റലുകൾ ചേർന്നാണ് മോളിക്യൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തിയറിയാണ് എന്ന് പറയുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് നമ്മൾ MO ഡയഗ്രം അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കാനാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കുമെന്ന്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MO ഡയഗ്രത്തിനെ പറ്റിയാണ്. എന്താണ് MO ഡയഗ്രം എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം എന്ന് നിങ്ങൾ പറയണം. എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം? ഒരു ഡയഗ്രമാണ്, ഒരു ഗ്രാഫാണ്, അല്ലെങ്കിൽ ഒരു പിക്ചറാണ്. ആ പിക്ചർ എന്തിനെ പറ്റിയാ പറഞ്ഞിരുന്നത്? മോളിക്കുലാർ ഓർബിറ്റലുകളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. മോളിക്കുലാർ ഓർബിറ്റലുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാവുന്നത്, എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാവുന്നത്. നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര അറ്റോമിക് ഓർബിറ്റലാണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നുണ്ട്. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് എനർജി കുറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവാം. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് എനർജി കുറഞ്ഞ ഓർബിറ്റൽസ് അല്ലെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവാം. എനർജി കൂടിയ ഓർബിറ്റൽസ് അല്ലെങ്കിൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവാം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ സിഗ്മ, സിഗ്മ പൈ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകളെ സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ തുടങ്ങിയ ലെറ്ററുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റെപ്രസെന്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം MO ഡയഗ്രാം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ quantitative explanation of how molecule is forming from its atoms. ആറ്റങ്ങൾ ചേരുമ്പോൾ ആറ്റങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം, ക്വാളിറ്റേറ്റീവ് എന്ന് പറയാം. ഏതൊക്കെ ആറ്റങ്ങളാണ് ചേരുന്നത് എന്ന് പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാളിറ്റേറ്റീവ് മീൻസ് വിച്ച് ആർ ദ ആറ്റംസ് കമ്പൈനിങ് ടു ഫോം മോളിക്യൂൾസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? Here, how much atomic orbitals are combining? ഇതെല്ലാം നമുക്ക് ഏതിൽ നിന്ന് പറയുവാനായിട്ട് കഴിയും? മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ നിന്ന് പറയാൻ കഴിയും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, H2 മോളിക്യൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറയാം. How can you draw the molecular orbital diagram of H2 molecule? ഒരു ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. 2 ഹൈഡ്രജനിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. സോ H2 മോളിക്യൂളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഇലക്ട്രോണുകളാണ്. ഈ 2 ഇലക്ട്രോണുകളെ സിഗ്മ 1s അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായി? സിഗ്മ 1s2 എന്നായി. ക്ലിയർ ആണ്? ഈ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോയും കയറി കാണുക. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ സിഗ്മ 1s2 എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആരൊക്കെ ചേർന്നാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റവും വേറൊരു ഹൈഡ്രജൻ ആറ്റവും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവും. സംശയമൊന്നുമില്ല. ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്.
അതായത് ഹൈഡ്രജനിൽ ഒരു 1s മാത്രമേ ഉള്ളൂ. ആ 1sൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. സോ ഹൈഡ്രജന്റെ 1sനെ നമുക്ക് ഒരു ബോക്സ് കൊണ്ട് വരയ്ക്കാം. ആ 1sൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത ഹൈഡ്രജനും ഒരു 1s ഓർബിറ്റൽ ഉണ്ട്. ആ 1sൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലിയർ ആണ്? ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നാണ്, ഹൈഡ്രജൻ ആറ്റത്തിലെ 1s ഓർബിറ്റലുകൾ ചേർന്ന് 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. സോ എനർജി കുറഞ്ഞ ഒരു ഓർബിറ്റൽ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും, എനർജി കൂടിയ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. എനർജി കുറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ സിഗ്മ 1s എന്ന് വിളിക്കും. എനർജി കൂടിയ മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ സിഗ്മ സ്റ്റാർ 1s എന്ന് വിളിക്കും. എനർജി കുറവുള്ള ഓർബിറ്റൽ ആയതുകൊണ്ടാണ് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിന്റെ താഴെയായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് വരച്ചിരിക്കുന്ന എനർജി കുറവുള്ളത് കൊണ്ടാണ്. ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് നമ്മൾ സിഗ്മ സ്റ്റാർ 1s വരച്ചിരിക്കുന്നത്. കാരണം 1sകളെക്കാളും കൂടുതൽ എനർജി ആർക്കുള്ളത് കൊണ്ടാണ്? സിഗ്മ സ്റ്റാർ 1sനുള്ളത് കൊണ്ട്. ക്ലിയർ ആണ്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവരെ പരസ്പരം കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വരയ്ക്കും. ഇവിടെ സിഗ്മ 1sൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും എനർജി കൂടി വരുവാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും എന്ത് കൂടി വരുവാണ്? എനർജി ഇൻക്രീസസ് എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുന്ന രീതി മനസ്സിലായല്ലോ. 1sകൾ ചേർന്ന് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ഉണ്ടാവുന്നു. 1sകൾ ചേർന്ന് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s ഉണ്ടാവുമ്പോൾ സിഗ്മ 1sന് എനർജി കുറവും സിഗ്മ സ്റ്റാർ 1sന് എനർജി കൂടുതലുമായിരിക്കും. 1sലെ 2 ഇലക്ട്രോണുകൾ കമ്പൈൻ ചെയ്താണ് എവിടെ ഇലക്ട്രോണുകൾ വരുന്നത്? സിഗ്മ 1sൽ ഇലക്ട്രോൺ വരും. ഇവിടെ ഇലക്ട്രോൺ ഇല്ല, പക്ഷെ ആ ഓർബിറ്റലും കൂടി നമ്മൾ കാണിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് അത് കാണിക്കുന്നത്? കാരണം 2 അറ്റോമിക് ഓർബിറ്റലുകൾ ചേർന്ന് കഴിഞ്ഞാൽ 2 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും എന്ന് നമ്മൾ ആ തിയറിയിൽ പറയുന്നുണ്ട്. ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നത്. നോക്കുക, 1s ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ 2 1s ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ എനർജി കുറഞ്ഞ ഒരു 1s ഓർബിറ്റൽ ഉണ്ടാവും, എനർജി കൂടിയ ഒരു 1s ഓർബിറ്റൽ ഉണ്ടാവും. എനർജി കുറഞ്ഞ 1s ഓർബിറ്റലിനെ സിഗ്മ 1s എന്നും എനർജി കൂടിയ 1s ഓർബിറ്റലിനെ നമ്മൾ സിഗ്മ സ്റ്റാർ 1s എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഈ ഒരു ഡയഗ്രാം മനസ്സിലായാലും ഈ ഒരു ഡയഗ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? MO ഡയഗ്രാം എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണ്? അപ്പൊ MO ഡയഗ്രാം ഓഫ് H2 മോളിക്യൂൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അപ്പൊ ഇത് ഇതേപോലെ അങ്ങ് പഠിച്ചോളുക. പരീക്ഷയ്ക്ക് ഇത് തന്നെ ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഓക്കെ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത്, ഡ്രോ ദ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് O2 എന്ന് പറയും. O2 എന്ന് പറയുന്ന ഒരു വലിയ മോളിക്യൂളാണ്. O2 എന്ന് പറയുന്ന ഒരു വലിയ മോളിക്യൂളാണ്. O2 എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് ഇതില്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ 8 ഇലക്ട്രോൺ. 2 ഓക്സിജൻ ആകെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 16 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 16 എന്ന് പറയുന്നത് 14നേക്കാളും കൂടുതലല്ലേ? അല്ലേ? O2വില് ആകെ 16 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 16 എന്ന് പറയുന്നത് 14 എന്ന് പറയുന്ന നമ്പറിനേക്കാളും കൂടുതലല്ലേ? 14 ഇലക്ട്രോണിൽ കൂടുതലാണ് ഒരു മോളിക്യൂളിൽ വരുന്നതെങ്കിൽ ആ മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ രണ്ടാമതൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡർ പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ വീഡിയോ സെഷനിലായിട്ട്. അതെന്തായിരുന്നു? 16 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 14ൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് എഴുതുന്ന MO കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, pi 2px equal to pi 2py, pi star 2px is equal to pi star 2py. ഇത്രയും മതിയാവും. നമുക്ക് ഇലക്ട്രോൺസ് കൊടുത്തു നോക്കാം. 16 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? എല്ലാത്തിലും 2 ഇലക്ട്രോൺസ് വെച്ച് കയറും. 2, 4, 6, 8, 10, 12, 14, 15, 16. അവസാനത്തെ ഷെല്ലുകളിൽ ഓരോ ഇലക്ട്രോണുകൾ വെച്ച് കൊടുക്കണം. എനർജി ഒരേപോലുള്ള ഓർബിറ്റലുകളിൽ ആദ്യം ഓരോന്ന് വെച്ച് കൊടുക്കണം, എന്നിട്ടാണ് 2 വെച്ച് കൊടുക്കേണ്ടത്. ബാക്കി ഉണ്ടെങ്കിലാണ് ഓരോ ഇലക്ട്രോൺ കൊണ്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതായത് O2 മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? O2വിന്റെ ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. O2 വരയ്ക്കണമെങ്കിൽ O2 ഉണ്ടാവുന്നത് ആരൊക്കെ ചേർന്നാണെന്ന് അറിയണം. O2 ഉണ്ടാവുന്നത് ആരൊക്കെ ചേർന്നാണ്? ഒരു ഓക്സിജനും വേറൊരു ഓക്സിജനും ചേർന്നല്ലേ O2 ഉണ്ടാവുന്നത്. ഓക്സിജനും ചേർന്നാണ് എന്തുണ്ടാവുന്നത്?
O2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുന്നു. ക്ലിയർ ആണ്. ഓക്സിജന്റെ കേസ് എടുക്കുമ്പോൾ ഒരു ഓക്സിജന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ 8 ഇലക്ട്രോൺസ് ഉണ്ട്, 1s2 2s2 2p4 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. സോ ഓരോ ഓക്സിജനും 1s ഉം 2s ഉം 2p ഉണ്ട്. ഈ ഓക്സിജന് 1s ഉണ്ട്, അതേപോലെ എന്തുണ്ട് 2s ഉണ്ട്, അതേപോലെ എന്തുണ്ട് 2p ഉണ്ട്. പക്ഷെ 2p എന്ന് പറയുന്നത് 3 ഓർബിറ്റലുകളാണ്. ഓക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ താഴോട്ട് വരയ്ക്കാമായിരുന്നു, കുറച്ചുകൂടെ താഴോട്ട് വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്സിജൻ എടുക്കുന്നു, ഒരു ഓക്സിജന് 1s ഓർബിറ്റലുണ്ട്. 1s എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ഞാൻ വരയ്ക്കും. അടുത്ത ഏത് ഓർബിറ്റലുണ്ട് 2s ഓർബിറ്റലുണ്ട്, അതിന് ഒരു ബോക്സ് വരയ്ക്കും. 2p ഓർബിറ്റൽ, 2p എന്ന് പറയുമ്പോൾ എത്ര ബോക്സ് ഉണ്ട്? 3 ബോക്സ് ഉണ്ട് 2p ഓർബിറ്റൽ. ക്ലിയർ ആണ്. അടുത്ത ഓക്സിജനും ഇതേപോലെയല്ലേ ഓർബിറ്റൽസും ഇലക്ട്രോൺസും ഒക്കെ കാണുന്നത്. സോ ഇതിനെ നേരെ നമ്മൾ വരയ്ക്കുന്നു. ഈ ഓക്സിജനിലും 1s ഉണ്ട്, ഇതിന് നേരെ ഈ ഓക്സിജനിലെ 2s വരയ്ക്കുന്നു, ഇതിന് നേരെ ഈ രണ്ടാമത്തെ ഓക്സിജനിലെ 2pയും വരയ്ക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1sകൾ ചേർന്ന് പുതിയ 2 ഓർബിറ്റലുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ്? സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം. അപ്പോൾ സിഗ്മ 1sന് എനർജി കുറവായതുകൊണ്ട് താഴെയും സിഗ്മ സ്റ്റാർ 1sന് എനർജി കൂടുതലായതുകൊണ്ട് മുകളിലോട്ടും വരയ്ക്കും. സോ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ക്ലിയർ ആണ്. ഇത് 1sകൾ ചേർന്നല്ലേ ഇത് രണ്ടും ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് ഇവയെ കണക്ട് ചെയ്ത് വരയ്ക്കാം. 1sകൾ പരസ്പരം കമ്പൈൻ ചെയ്യണം. 1sകൾ കമ്പൈൻ ചെയ്താണ് ഏതൊക്കെ ഉണ്ടാവുന്നത്? സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ഉണ്ടാവുന്നു. ഇനി 2sകൾ കമ്പൈൻ ചെയ്താലോ? എനർജി കുറഞ്ഞ 2s സിഗ്മ 2sഉം എനർജി കൂടിയ സിഗ്മ സ്റ്റാർ 2sഉം എന്ന് പറയുന്ന 2 ഓർബിറ്റൽസ് അവിടെ ഉണ്ടാവും. 2sകൾ കമ്പൈൻ ചെയ്താണ് ഇത് രണ്ടും ഉണ്ടാവുന്നത്. സംശയം ഉണ്ടാടെ? 2sകൾ കമ്പൈൻ ചെയ്താണ് ഇത് രണ്ടും ഉണ്ടാവുന്നത്. ഇനി 2pകൾ കമ്പൈൻ ചെയ്താലോ? 2pകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ സ്പേസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതങ്ങ് മായ്ക്കുവാണ്. 2pകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലോ? 2pകൾ കമ്പൈൻ ചെയ്ത് നോക്കാം നമുക്ക്. 2p ഓർബിറ്റൽ 3 ബോക്സ് വരയ്ക്കുന്നു. അടുത്ത 2p ഓർബിറ്റൽ അതിലും 3 ബോക്സ് വരയ്ക്കുന്നു. അപ്പൊ ആകെ എത്ര ബോക്സുകൾ കമ്പൈൻ ചെയ്യുന്നത്? 1 2 3 4 5 6 2p ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്തത്. സോ 6 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവും. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ 2pz എന്ന് പറയുന്ന ഒരു ഓർബിറ്റൽ ഉണ്ടാവും. ഇനി പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py എന്ന് പറയുന്ന എനർജി ഒരേപോലുള്ള 2 ഓർബിറ്റൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py എന്ന് പറയുന്ന അടുത്തൊരു ഓർബിറ്റൽ ഉണ്ടാവും. അടുത്ത 2 ഓർബിറ്റൽസ് ഉണ്ടാവും. സിഗ്മ 2pz സിഗ്മ സ്റ്റാർ 2pz എന്ന് പറയുന്ന അടുത്തൊരു ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം ഉണ്ടാവുന്നത് 1 2 3 4 5 6 ഓർബിറ്റൽസ് ഉണ്ടായില്ലേ? ഈ 6 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത് ഈ 2pയുടെ 3 എണ്ണവും ഈ 2pയുടെ 3 എണ്ണവും കൂടെ കമ്പൈൻ ചെയ്താണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കുക, ആ ഫിഗറിനെ എല്ലാം ഞാൻ ഒന്ന് ചെറുതാക്കി കാണിച്ചു, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിൽ ഇലക്ട്രോൺസ് കൊടുക്കണം അല്ലേ? ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p4 അല്ലേ? സോ 1sല് 2 ഇലക്ട്രോൺ, 2sല് 2 ഇലക്ട്രോൺ, 2pല് 4 ഇലക്ട്രോൺ. 1 2 3 1 4. ഇവിടെയും 1sല് 2 ഇലക്ട്രോൺ, 2sല് 2 ഇലക്ട്രോൺ, 2pല് 1 2 3 4. ക്ലിയർ ആണ്. ഇനി ഈ മോളിക്കുലർ ഓർബിറ്റലുകളും കൂടി ആകെ എത്ര ഇലക്ട്രോൺസ് കൊടുക്കണം? 16 ഇലക്ട്രോൺസ് കൊടുക്കണം. 2 4 6 8 10 11 12 2 4 6 8 10 12 14 15 16. ഇപ്പൊ എന്താ 16 ഇലക്ട്രോൺസ്? ഞാൻ ഒന്ന് വലുതായി കാണിക്കാം.
അവസാനത്തെ ഓർബിറ്റലുകളിൽ ഓരോന്നിലും എത്ര ഇലക്ട്രോൺസ് വീതമുണ്ട്? ഓരോ ഇലക്ട്രോൺസ് വീതമുണ്ട്. എനർജി താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും എനർജി എന്ത് ചെയ്ത് വരികയാണ്? എനർജി ഇൻക്രീസ് ചെയ്ത് പോവുക. ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ഏത് വരയ്ക്കുന്നത്? O2 മോളിക്യൂള് വരയ്ക്കുന്നത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം O2ന്റെ വരയ്ക്കാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ O2ന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ അങ്ങ് എഴുതി വെക്കണം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, pi 2px is equal to pi 2py, pi star 2px is equal to pi star 2py. 2, 4, 6, 8, 10, 12, 14, 15, 16. ഓക്കെ, ഈ മോളിക്കുലാർ ഓർബിറ്റലുകളെ താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ അങ്ങ് വരയ്ക്കാൻ പോവാം. ശ്രദ്ധിക്കുക, താഴെ നിന്ന് മുകളിലോട്ട് അങ്ങ് നിരത്തി എഴുതുക. അപ്പൊ എങ്ങനെ എഴുതാം? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, pi 2px is equal to pi 2py, pi star 2px is equal to pi star 2py. ഇങ്ങനെ നമ്മൾ നേരത്തെ താഴ്ന്ന മുകളിലോട്ട് അങ്ങ് എഴുതാം. എന്നിട്ട് സിഗ്മ 1s ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് ഒരു ബോക്സ് വരയ്ക്കും. സിഗ്മ സ്റ്റാർ 1s ഒരാളെ ഉള്ളതുകൊണ്ട് ഒരു ബോക്സ് വരയ്ക്കും. സിഗ്മ 2s ഒരു ബോക്സ് വരയ്ക്കും. സിഗ്മ സ്റ്റാർ 2s ഒരു ബോക്സ് വരയ്ക്കും. സിഗ്മ 2pz ഒരു ബോക്സ് വരയ്ക്കും. ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ 2 ബോക്സ് വരയ്ക്കും. ഇവിടെ 2 ഉള്ളതുകൊണ്ട് നമ്മൾ 2 ബോക്സ് വരയ്ക്കും. ഓക്കെ, ഇത് കഴിഞ്ഞുള്ള ഇലക്ട്രോൺ ഇല്ലാത്ത ബോക്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? വരച്ചിരിക്കണം. 2p വന്നു കഴിഞ്ഞാൽ 2p ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു ബോക്സ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ മുകളിൽ വരച്ചിരിക്കണം. ഇലക്ട്രോൺ ഇല്ലാത്ത ഏതാണ് ലാസ്റ്റ്? ഇത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 2pz, അതിന്റെയും കൂടെ ബോക്സ് നമ്മൾ വരയ്ക്കണം. വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1sകൾ ഉണ്ടാവണമെങ്കിൽ 1sന്റെ ബോക്സുകൾ കമ്പൈൻ ചെയ്തേ മതിയാവത്തുള്ളൂ. 1sന്റെ ബോക്സുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s ഉണ്ടാവുന്നത്. 2sന്റെ ബോക്സുകൾ, 2sന്റെ അറ്റോമിക് ഓർബിറ്റലുകൾ, 2sന്റെ ബോക്സുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം ഉണ്ടാവുന്നത്. 2pയുടെ 3 ബോക്സുകളും അടുത്ത 2pയുടെ 3 ബോക്സുകളും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ക്ലിയർ ആണ്? താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും എനർജി എന്ത് ചെയ്ത് പോവുകയാണ്? എനർജി ഗോസ് ഓൺ ഇൻക്രീസസ്. എനർജി എന്ത് ചെയ്ത് പോവുകയാണ്? ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ O2ന്റെ എന്ത് വരയ്ക്കുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെല്ലാം ഇലക്ട്രോൺസ് കൊടുത്താൽ മതി. ഇലക്ട്രോൺ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2, 2s2, 2p4. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിജനിൽ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ എത്ര ഇലക്ട്രോൺ? 4. 1, 2, 3, 4. ഇവിടെയും 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 1, 2, 3, 4. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തില്ല, ആ ഇലക്ട്രോൺസ് ഈ ഓർബിറ്റലുകളെല്ലാം അങ്ങ് നിരത്തി നമ്മൾ അങ്ങ് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വച്ചിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുന്നു. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് ബോണ്ടിങ് ഇൻ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്നാണ്. ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ ഒന്നാണ്. ന്യൂക്ലിയസ് ന്യൂക്ലിയസുകൾ. ഡൈ അറ്റോമിക് 2 ആറ്റം, അതായത് ഒരേപോലത്തെ ന്യൂക്ലിയസ് ഉള്ള 2 ആറ്റങ്ങൾ. ഇത്രയേ ഉള്ളൂ, സെയിം ആയിട്ടുള്ള 2 ആറ്റങ്ങൾ. ഇപ്പൊ ഹൈഡ്രജനും ചേർന്ന് H2 ആവുന്നു. ഇതിനകത്തുള്ളത് 2 സെയിം ആറ്റങ്ങളല്ലേ, അപ്പൊ ഇതൊരു ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഇനി Cl2യിലുള്ളത് 2 ക്ലോറിൻ അല്ലേ, സോ ഇതൊരു ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. He2 എന്ന് പറയുന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്തില്ല കേട്ടോ. He2 എന്ന് പറയുന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? He2ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 0 ആണ്. ബോണ്ട് ഓർഡർ 0 ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എന്ത് ചെയ്തില്ല? എക്സിസ്റ്റ് ചെയ്തില്ല. അതങ്ങ് പഠിച്ചു വെച്ചേക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. He2 മോളിക്യൂൾ will not exist because He2 മോളിക്യൂളിനകത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 0 ആണ്. ബോണ്ട് ഓർഡർ 0 എന്ന് വെച്ചാൽ എന്താ? മോളിക്യൂളിൽ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണം 0 എന്നാണ്. ബോണ്ട് ഓർഡർ ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. അപ്പൊ ഹീലിയത്തിന്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഹീലിയത്തിന്റെ ആറ്റങ്ങൾ കാണും, അതിനിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഇല്ല, 0 ആണ്. ദാറ്റ് മീൻസ് ഹീലിയം മോളിക്യൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങളുടെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വെച്ച് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ?
നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എല്ലാ പോർഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതുവരെ ചെയ്ത ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ക്ലാസ്സുകളൊക്കെ കയറി കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.